പരിയൂട്ടിയേ ആ ഒരു പണി കിട്ടിയടോ. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോ? അല്ല എനിക്ക് ശരിക്കും പണി കിട്ടിയെന്നോ? ആ അല്ലാണ്ട് പിന്നെ അല്ല ഞാൻ ഒരു പണി കിട്ടിയട പറഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും അടങ്ങറുണ്ടായി വിചാരിച്ചു. ആ അല്ലാണ്ട് ശരിക്കുള്ള പണി അങ്ങനെ കിട്ടില്ലല്ലോ. ഒരു പണി അതായത് നമ്മുടെ കറിയാച്ച മുതലുണ്ടല്ലോ, ആ ഗൾഫിൽ പോയ കക്ഷി. മൂപ്പരിപ്പോ എന്താ വെച്ചാല് പുതിയ വീട് പണിയാണ്. ഓ ആ അപ്പൊ ഇപ്പൊ ഉള്ള വീട് തന്നെ വലിയ ബംഗ്ലാവാണ് അല്ലേ? ആ അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു വലിയ വീട് പണിയാണ്. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് വാതിലും ഇതൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുള്ള പണിയാണ്. എങ്ങനെ പോയൊരു 1.5 കൊല്ലം പണിയെടുക്കാനുണ്ടാവും. പിന്നെന്താ ശരിക്കും പറഞ്ഞ മൂപ്പരുടെ കൂടെ കൂടിയ പിന്നെ വേറെ പണി അന്വേഷിക്കണ്ട. അല്ല എന്തായാലും ഇപ്പൊ ഞാനത് ഏറ്റു നന്നായി. അപ്പൊ ഞാൻ തന്നെ മൂപ്പരുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് അതൊരു കാര്യം ചെയ്യാം, നമുക്ക് കംപ്ലീറ്റ് തേക്കിൽ ചെയ്യാം. ഇപ്പൊ തേക്കിലൊക്കെ ആകുമ്പോ എന്താ വെച്ചാൽ ഈ കൊത്തുപണിയൊക്കെ ഇങ്ങനെ ചെയ്തു വരുമ്പോ അത് നല്ല ഫിനിഷിംഗ് കിട്ടും. പക്ഷെ തേക്ക് എന്ന് പറഞ്ഞാൽ നല്ല കാതലുള്ള മരം വേണം കേട്ടോ. കാതലുള്ള മരം വേണം. ഇല്ലെങ്കിൽ തേക്ക് സുഖമല്ല, കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ഉറക്കുത്തി വീഴാനൊക്കെ തുടങ്ങും. അതിനിപ്പോ ഒന്നുകിലും നിലമ്പൂരിന്ന് എവിടുന്നെങ്കിലും ഇറക്കണം. നിലമ്പൂർ തേക്ക് അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ എവിടുന്നെങ്കിലും നല്ല നല്ല ഞാൻ പറഞ്ഞേ ഇവിടെ ശരിക്കും ചില വീടുകൾ അന്വേഷിച്ചു കഴിഞ്ഞാല് നല്ല തേക്ക് ചിലപ്പോ കൊടുക്കാണ്ടാവും. നാടൻ തേക്ക് കിട്ടും. മറ്റേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ തേക്ക് ചിലപ്പോ വരവൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ മൂത്തത് കിട്ടണം, അതാണ് മൂത്ത തേക്ക് കിട്ടണം. എന്നാലേ നമ്മളെ പണിത പണിയാകുമ്പോ കാണുന്നു. അതെ, നിലമ്പൂർ തേക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരവുണ്ടാവും, ചിലത് വരവ് തേക്ക് ഉണ്ടാവും. അത് നോക്കണം, കണ്ടറിയാലോ. നമ്മള് നാട്ടിൽ നിന്ന് എടുക്കണ സാധനം ആണ് നല്ലത്. നമ്മുടെ കാലാവസ്ഥക്ക് ചോദിച്ചത് നമ്മുടെ നാടൻ തേക്കാണ്. അതെ അതെ. അതെ, നിന്നെ കറിയാച്ച മോലാളി കണ്ടായിരുന്നോ? അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ഞങ്ങള് കണ്ട് ആ പണി എന്തായാലും ഏറ്റു. പുള്ളിയുടെ വീട് പണി പുള്ളി ഗൾഫിൽ നിന്ന് വന്നാണേ. ഒരു വീട് വെക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാനാ പുള്ളിനോട് പറഞ്ഞ ചെല്ലപ്പനാചാര്യന്റെ മോനാണ് വാസൂട്ടി, അവനിപ്പോ സ്വന്തമായിട്ട് മരപ്പണിയൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞു. ആണോ? അതൊന്നും അയാള് പറഞ്ഞില്ലല്ലോ. അയാള് പറയണതിന് ഞാൻ പറഞ്ഞിട്ടല്ലേ നിന്നെ വന്ന് കണ്ട. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയി. ക്രെഡിറ്റിന്റെ അല്ല, കൂടെ നടക്കണവന് പണി ആയിക്കോട്ടെ എന്ന് ഓർത്ത്. പണി ഒത്തു. അതെ, ആ ജോസഫ് സേവർ ഡോക്ടറുടെ വീടില്ലേ, അതിനൊക്കെയാണെ വലിയ വീട് വെക്കണമെന്നാണ് കൂടെ. അതായത് ആ ഏരിയയിലെ ഏറ്റവും വലിയ വീട് അത് കറിയാച്ചന്റെ വീട്. ഒരു നിവർത്തിയില്ലാതെ നടന്ന വെച്ച ആളാണ് ഇവിടെ. ഇപ്പൊ ഗൾഫിൽ പോയി എന്തോ അറബീനൊക്കെ വലിപ്പിച്ച ആള് രക്ഷപ്പെട്ടു. കായ് ഉണ്ടായ പിന്നെ എന്താണ് എന്തോ ജോസുട്ടിയെ, ഞാൻ ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് തേക്കിൽ പണിയാന്ന് പറഞ്ഞു മൂപ്പറിന്റെ അടുത്തേ. അപ്പോ തേക്കിലായിക്കോട്ടെ സമ്മതിച്ചിട്ടുണ്ട്. എന്തിൽ വേണേലും പറഞ്ഞോ, പൈസ ഒരു വിഷയമില്ലാട്ടെ. ഇല്ലില്ല. അപ്പൊ നമുക്ക് നല്ല തേക്ക്, മൂത്ത തേക്ക് സംഘടിപ്പിക്കണം. ഇപ്പൊ വീടുകളിലൊന്നും തേക്ക് മുറിക്കാൻ പറ്റിയ പാത്തിലുണ്ടാവും. അന്വേഷിച്ചാ കിട്ടും. അനുമതിയൊക്കെ മേടിക്കണമെന്നത് ഫോറസ്റ്റിന്റെ. അല്ല, നിനക്ക് ചായ വേണ്ടേ? ചായ വേണ്ട, ഞാനിപ്പോ വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചോളൂ വഴിയുന്നു. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. ആഞ്ഞിലി പറ്റുമോ? ആഞ്ഞിലി കുഴപ്പമില്ല, പക്ഷെ നല്ല വലിയ ആഞ്ഞിലി കിട്ടണം. നല്ല ഉഗ്രം കാതലുള്ള ഒരു ആഞ്ഞിലി കൊടുക്കാണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സുഗുണ മുതലാളിയില്ലേ. ആഞ്ഞിലി നല്ല വരാട്ടാ, നല്ല ഫിനിഷിംഗാ. നല്ലതാ. എന്നാ ആഞ്ഞിലി ഉണ്ടോരണം. എവിടെ? സുഗുണന്റെ അവിടെ? മറ്റേ പുഷ്പയുടെ വാല് അത് കിട്ടുവോ? അയാൾ എന്നെ കണ്ടപ്പോ പറഞ്ഞാണ്, ജോസൂട്ടി ഒരു വലിയൊരു ആഞ്ഞിലി കൊടുക്കാനുണ്ട്, ആരെങ്കിലും ഉണ്ടെന്ന് ആളെ കൊണ്ടുവന്നോന്ന് പറഞ്ഞു. ഇനിയിപ്പോ അതും പുഷ്പനോട് ചോദിക്കേണ്ടി വരും. പുഷ്പ പറയാതെ അയാൾ കൊടുക്കാണ്ടെന്നൊന്നും പറയൂല. അതും പറയില്ല. എന്നൊരു കാര്യം ചെയ്യാലോ, നമുക്ക് അത് പോയി നോക്കാം. നാളെ പോയി നോക്കാതെ നോക്കണം. വാസേട്ടാ, നാളെ പോകാൻ പറ്റും. നാളെ എനിക്ക് PSC ടെസ്റ്റ് ഉള്ളല്ലേ. അത് നമ്മൾ കോട്ടയത്തും ഉണ്ട്, ഇന്നലെ പറഞ്ഞല്ലേ. അത് വേറെ ആരെങ്കിലും കൂട്ടിട്ട് പോവാ? അയ്യോ, അത് പറ്റൂല, എനിക്ക് ഒറ്റയ്ക്കൊന്നും അത്രയും ദൂരം പോകാൻ പറ്റും. അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നത് മുറിച്ചുകൊണ്ട് പോകും. അത്ര കണ്ണായ സാധനമാണ് അത്, വല്ലപ്പോഴൊക്കെ പോയാൽ കിട്ടൂല. ഒരു കാര്യം ചെയ്യ് പരികുട്ടിയെ, നീയും കൂടെ ചെല്ലി. എന്നിട്ട് ആ ആഞ്ഞിലി മരത്തിന്റെ എത്ര കണ്ടുണ്ട് എന്നുള്ളത് എന്റെ അടുത്ത് മറ്റേ ടേപ്പൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അളവൊന്നും എടുത്തിട്ട് പോരും. അപ്പൊ ഏകദേശം ഇത്ര ചുറ്റളവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മരത്തിന്റെ ഒരു ഇത് കിട്ടും. പുള്ളി തന്നെ എന്തിനാണ് ആഞ്ഞിലി കൺട്രോളർ അടിക്കുന്നത്? പിന്നെ മരത്തിനെ കുറിച്ച് വല്ലതും അറിയാമോ?
നീ വന്ന് നോക്കിയാ ശരിയാട്ടാ, ഓൻ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ മരത്തിനെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ വട്ടം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതിനൊക്കെ ഒരു പോടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് തട്ടി വയ്ക്കാല്ലോ അറിയാം. അല്ലാണ്ട് നമ്മളൊന്നും പോയിട്ട് ഒരു കാര്യം ഒന്നും വേണ്ട. അതിന്റെ ഒരു അളവ്, ചുറ്റളവ് ഒന്നുമില്ലെങ്കിൽ പരികുട്ടിക്ക് പറ്റുമെങ്കിൽ ഒരു കയറെടുത്തിട്ട് പിടിച്ചാൽ പോയാൽ മതി. ആ ആയിക്കോട്ടെ, ഒരു കയറ് കൊണ്ട് ചുറ്റളവ് കൊടുക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അതിന്റെ ഒരു തൊലിയും കൂടി കുറച്ചെടുത്തു. എന്താ കഷായം വെക്കണ്ട? അല്ല, ആ തൊലി കണ്ടറിയാം മരത്തിന്റെ മൂപ്പൈ. അതാ ഇവിടുന്ന് എന്തുകൊണ്ടേലും ചൊരണ്ടിയാ മതിയടോ. ഒരു ഇച്ചിരി അടുത്ത് എടുത്തോണ്ട് വന്നാൽ മതി. അത് ഞാൻ ചെയ്തോളാം. അപ്പൊ കണ്ട് മറ്റന്നാ പോയി നമുക്ക് വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യാം. ആയിക്കോട്ടെ. ഇയാളുടെ അടുത്ത് അപ്പൊ തേക്കല്ല ആഞ്ഞിലിയാന്ന് പറയണ്ടേ? അതൊന്നും കുഴപ്പമില്ല, പണിയാവണം, അതിൽ അത്രേ ഉള്ളൂ. ഫ്രണ്ട് വാതിലിന് മാത്രം തേക്ക് മതി, ഉള്ളിലൊക്കെ ആഞ്ഞിലിയാണ് ബെസ്റ്റ്. പിന്നെ ഞാൻ വന്നതേ നമ്മുടെ മറ്റേ സുരേന്ദ്ര മുതലാളിയില്ലേ, പുള്ളിയുടെ വീട്ടിലൊരു കുറ്റിയടി ഞാൻ പിടിച്ചിട്ടുണ്ട്. പുള്ളി വീടിന്റെ മുമ്പിൽ ഒരു കട എന്തോ പണിയാൻ പോകുന്നുണ്ട്. അപ്പൊ ബുധനാഴ്ച നിന്നെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞപ്പോ അത് പറയാൻ വേണ്ടിട്ട് ഞാൻ വന്നത്. ബുധനാഴ്ച എന്തെങ്കിലും മാറ്റി വെച്ചിട്ട് ഇതിന് പോണത് പണിയല്ലേ? അല്ല, അതൊന്നും അതൊക്കെ വലിയ തോറ്റെന്ന് പറയാൻ പിന്നെ എഴുതിയെന്ന്. അപ്പൊ ഞാൻ ആഞ്ഞിലിയുടെ അളവ് നാളെ എടുത്തോളാം. ബുധനാഴ്ച സുരേന്ദ്രൻ മോലാളുടെ കേട്ടോ. പരിക്ക് വന്നണ്ടേ ഞാൻ ടേപ്പായിട്ട്? ഞാൻ വെറുതെ ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താ ഇവിടെ നേരം അല്ല ഡ്രോയർ 100 അടിക്കാനോ? അടിച്ചോ. ചേട്ടാ ഇതവിടെ പോയി കിടക്ക. ഞാൻ രാവിലെ ആഞ്ഞിലി നോക്കാൻ വരാന്ന് പറഞ്ഞാണല്ലോ. ഇതുപോലത്തെ ചെടികളാണ് ജെസ്സി മേടിച്ച് വീട്ടിൽ വെക്കണമെന്ന് പറഞ്ഞത്. റോസും വൈറ്റും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ആഞ്ഞിലി നോക്കാൻ വന്നാണോ? വലിപ്പമൊക്കെ ഉണ്ട് സാറേ, പക്ഷെ തോല് കൂടുതലാണ്, കാതൽ വളരെ കുറവായിരിക്കും. നല്ല വലിപ്പവും പൊക്കവും ഉണ്ടല്ലോ. അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല. അത് മരം കണ്ടിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കണല്ലേ, മരം കണ്ടിട്ട് അതിന്റെ തോല് കൂടുതലാണ്, കാതൽ വളരെ കുറവാണ്. നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തോളാം. നിങ്ങള് പണിക്കാരാണ്, അതിനെ കുറിച്ച് എന്ത് കൊടുക്കേണ്ടി വരും? 45 രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. 50 പ്രതീക്ഷിക്കണം. 50 അത് നടക്കൂല. ആണോ? 45 ആണെങ്കിൽ നമ്മൾ എടുത്തോളാം. അപ്പൊ 45 രൂപ ഉള്ളൂ എന്നാ പറയണത്. 45 രൂപ ഉള്ളൂ സാർ. അത് അതിൽ കൂടുതൽ അത് പോകൂല, അയാള് കൊടുക്കൂല. അത് 45 ആണെങ്കിലേ നടക്കുള്ളൂ. 45 ആണെങ്കിൽ ഞങ്ങൾ തന്നെ എടുത്തോളാം, ഒരു കുഴപ്പമില്ല. മരം വാങ്ങി നമ്മൾ നാളെ മുറിക്കും. അല്ല, വാസൂട്ടി കൂടി വരട്ടെ, എന്നിട്ട് ഞങ്ങള് കയ്യിലൊരു 10 രൂപ അഡ്വാൻസ് ഇരിക്കില്ല, അതങ്ങ് ഇപ്പം തന്നെ കൊടുക്കണം. 45 രൂപ കിട്ടിയാൽ നമുക്ക് ലാഭം. പുള്ളിക്ക് വേഗം മരത്തെ കുറിച്ചൊന്നും വലിയ ഐഡിയ എന്നുള്ളതായിട്ട് തോന്നുന്നില്ല. അതങ്ങ് കൊടുക്കും സാറേ. ഇതിരിക്കട്ടെ, അഡ്വാൻസ് പൈസ ഇതിരിക്കട്ടെ, എല്ലാം ഉറപ്പിച്ച് എല്ലാം ഓക്കെയാണ്. ബാക്കി നമ്മൾ നാളെ കാണാം. മരം മുറിക്കാൻ വരുന്നതിന്റെ അന്ന് കാണാം. ഓക്കെ, നിങ്ങൾ മുറിക്കോ? അതെ, ബാക്കി പൈസ ഇവിടെ ഏൽപ്പിച്ചേക്കണേ. ഇവനൊക്കെ എന്താണ് പ്രാന്താണ്, വെറുതെ നിൽക്കണവനുണ്ടെന്ന് അഡ്വാൻസാ. കറിയാച്ചന് മേടിച്ചു കൊടുത്ത ഇത്രയും കിട്ടൂല. അതിലും അവര് മുറിച്ചോട്ടെ. അതാണ് കാരണന്മാര് പറയണ, ചടഞ്ഞ് വീട്ടിലിരിക്കരുത്, രാവിലെ കുളിക്കാത്ര ഇറങ്ങിയ പൈസ തന്നെ വഴി അറിയൂല. വാസുട്ടേ, അതെ, ഞാൻ ആ സൂണഞ്ചേരന്റെ അവിടെ പോയി ആഞ്ഞില് നോക്കി രാവിലെ. അത് പോരാത്. സംഭവം വലുതാണ്, പക്ഷെ വെള്ളയാണ്, കാതല് കുറവാണെന്നാ പറയണ. ഞാനിവിടെ വരുമ്പോ ഒരു മരക്കമ്പനിക്കാർ വന്നത് നോക്കണുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചേട്ടാ അതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് കൊള്ളൂല, നല്ല ഉരുപ്പടിയൊന്നും കിട്ടൂല, വെള്ളയാണ് കൂടുതല്, പിന്നെ ചെറിയ പോതുണ്ടെന്ന് അതിന് ഉള്ളിലേ. ആഞ്ഞിലല്ല വലിപ്പമുണ്ട്. അവര് ആ തോലൊക്കെ ചെത്തിയെടുത്ത് നോക്കണ്ടായി, അതുകൊണ്ട് ഞാൻ പിന്നെ അതുമ്മ തൂങ്ങാൻ നിന്നില്ല. അത് തന്നെ, അയാൾ അതാണ് അത് കൊടുക്കാന്ന് പറഞ്ഞാലേ, അല്ലേ പുഷ്പ സമ്മതിക്കൂല നല്ല മുതല് കൊടുക്കാനേ. നമുക്കത് വേണ്ട, വേറെ ഏതെങ്കിലും നോക്കാം ഏട്ടാ. വെറുതെ വെയിൽ കൊണ്ടതായി പോയെന്ന് ഒരു കാര്യമില്ല വരേണ്ടത്. ശരിയെന്നാ.
മുറിക്കാൻ വേണ്ടി വന്നേ. മരോ ഏത് മരോ? ആ വീടിന്റെ പുറകിലേക്കുന്ന ആഞ്ഞിലി മരമില്ലേ, ഇന്നലെ നമ്മളൊന്ന് അഡ്വാൻസ് തന്നിട്ട് പോയില്ലേ? അത് മുറിച്ചോട് പോയല്ലോ. മുറിച്ചോണ്ട് പോയോ? ആര്? തടിമില്ലേട് ഷംസുദ്ദീൻ. ഏത് ശംസുദ്ദീൻ? തടിമില്ലേട് ഷംസുദ്ദീൻ എന്റെ ഭാര്യ പുഷ്പയുടെ അക്കൗണ്ടിൽ 65,000 വിട്ടു. അതനുസരിച്ച് ഞാൻ മുറിച്ചോട് പോകാൻ പറഞ്ഞു. ഒരുമാതിരി മറ്റേ വർത്താനം പറയാം. 15,000 രൂപ പിള്ളേർ അഡ്വാൻസ് എണ്ണ അടിച്ചിട്ട് ഇപ്പൊ മരം മുറിക്കാൻ വന്ന മരമില്ലെന്നാ. ആര് എണ്ണി വാങ്ങിച്ചു? മറ്റേ സാറേ. മറ്റേ സാറോ? ഇവിടെ ഒരു സാറേ ഉള്ളൂ. നിങ്ങൾ ഒരുമാതിരി ആളിനെ കളിയാക്കല്ലേ, ഞങ്ങളുടെ സ്വഭാവം മാറും. നിങ്ങളുടെ സ്വഭാവം മാറി എനിക്കെന്താ? ഞാൻ നിങ്ങളിന്റെ പണം വാങ്ങിച്ചിട്ടുമില്ല, നിങ്ങൾക്ക് ഞാൻ മരം തരാതെ വാക്ക് തന്നിട്ടുമില്ല. നിങ്ങളെ വീടിന്റെ മുമ്പിൽ വെച്ച് അഡ്വാൻസ് മേടിച്ച് മരം മുറിച്ചോളാൻ പറഞ്ഞിട്ട് ഇപ്പൊ മരം മുറിക്കാൻ വന്നപ്പോഴത്തേക്ക് അയാൾ അറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ഒരാൾ നിങ്ങളെ കോമ്പൗണ്ടിൽ കയറി പൈസ മേടിക്കില്ലല്ലോ. അയാളെ വിളിക്കും. ഇവിടെ അങ്ങനെ ഒരാളില്ല. അതെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ഇത് നടക്കുന്ന കേസൊന്നുമല്ല. അതാണല്ലോ. പോലീസ് വരട്ടെ. പോലീസിനെ വിളിക്കാം. പോലീസിനെ ഞാൻ ഇങ്ങോട്ട് വരുത്താം. വിളിക്കും. പോലീസ് എങ്ങനെ പിടിച്ച എന്റെ അപ്പച്ചനാണ് സത്യം, ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നില്ല, ആത്മഹത്യ ചെയ്യും. ഇടയ്ക്ക് എന്താണ് പറയുന്നത്? വലിയ വലിയ രാഷ്ട്രീയക്കാര് കോടികളുടെ കേസായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് ഓരോ ഭാര്യമാരൊക്കെ ആത്മഹത്യ ചെയ്യാണ്. അത് കോടികളുടെ കാര്യമാണ്, കോടിക്കണക്കിന് ഉറുപ്പിയുടെ കാര്യം. അത് അവര് മേടിച്ചു വെക്കണത് തന്നെ വലിയൊരു അലങ്കാരമായിട്ട് അവര് കാണുന്നത്. ഇതേമാതിരിയാണ് 10,000 ഉറുപ്പിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു 10,000-15,000 ഉറുപ്പ്യ ഉണ്ടെങ്കിലേ വീടുകളിൽ മാന്യത ഉണ്ട്. ഇന്നല്ലേ ഒരുമാതിരി നാറ്റക്കേസായി പോയി. വാസേട്ടാ, നിങ്ങൾ സമാധാനപ്പെടുത്താണ്ട് എഴുതിയിൽ എണ്ണ വെച്ചോണ്ടിരിക്കുക. നീ മിണ്ടാണ്ട് വെറുതെ നിങ്ങൾ അതും ഇതും പറയാതെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. ആ പുഷ്പയുടെ വിരൽത്തുമ്പിലാണ് SI. അവളെങ്ങാനും അയാളെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ കിടത്തൂല. പറയുന്നത് ആരും ഏൽപ്പിച്ചോന്നല്ലോ. നീ നിന്റെ അവിടെ തരികട കാണിച്ചാലേ അത് വെറുതെ നിന്നവന്റെ അടുത്ത് കൊണ്ടുവന്ന് കാശ് തന്നാ പിന്നെ ഞാനെന്ത് ചെയ്യും? അത് ശരി, അതെടുക്കണില്ല. ഇതിപ്പോ എന്താ ചെയ്യാൻ പോണേ? പരികുട്ടിയെ ഞാനൊരു ഐഡിയ പറയട്ടെ. വാസേട്ടൻ നിങ്ങൾ വെറുതെ ഐഡിയ പറയാൻ നിൽക്കണ്ടേ. വാസേട്ടൻ ഐഡിയ എടുക്കാൻ നിൽക്കണ്ട, അവസാനം തല്ലും പിടിയൊക്കെ ആയിപ്പോ. അല്ല നിനക്ക് എന്താണ്? അല്ല എന്താ നിനക്ക് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് വർത്താനം പറയുന്നത് ഞാൻ പറഞ്ഞില്ല. തല്ലുപിടിയൊന്നും ചെയ്തിട്ട് ഇതുപോലെ ചൂടാവും. ഇങ്ങനെ അതിന്റെ മുകളിൽ കുത്തിപ്പിടിച്ച് കാര്യല്ലേ? എന്താണ് എന്താ ഐഡിയ? അത് പറയും. പറഞ്ഞു അല്ല ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ കയറിയിട്ട് പിന്നെ കാണുന്ന വർത്താനം പറയുന്നത്. കാര്യത്തിലേക്ക് വാ. അതായത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ് ജോസു, അല്ലേ? അപ്പൊ ഓനൊരു തട്ടുകേട് വരുമ്പോ നമ്മൾ ഇടാൻ പാടില്ല, നമ്മൾ അവന്റെ കൂടെ നിൽക്കണം. അതൊക്കെ ശരിയാണ്. നമ്മൾ ഉണ്ടാക്കണ പോലത്തെ കാര്യമല്ലോ ഇപ്പൊ ഉണ്ടാക്കി വെക്കണേ, അതല്ലേ? അതെ, നിങ്ങളെ കൊണ്ട് വല്ലതും നടക്കും, അല്ലെ വേറെ എന്തെങ്കിലും വഴി നോക്കണം. അവിടെ അല്ല ഇറങ്ങി പോയിക്കൊന്നോ. അല്ല പിന്നെ ഒരു കാര്യം വന്ന് പറയുന്നത് മനുഷ്യനെ കുറ്റപ്പെടുത്താൻ എന്തിനാ? കുറ്റപ്പെടുത്താൻ പറ്റില്ലത്, കുറ്റപ്പെടുത്താനേ പറ്റുള്ളൂ. അല്ല അങ്ങനെ വിഷയല്ലേ? അതെ, ഞാൻ കാര്യം മറ്റേ ഇജ്ജുണ്ടാക്കിയ കാര്യം തന്നെയല്ലേ അത്, അല്ലേ? അപ്പൊ പരികുട്ടിയെ നമുക്ക് ജോസൂട്ടിനെ ഒറ്റയ്ക്ക് വിടണ്ട, നമുക്ക് 3 പേരും കൂടി നേരിട്ടിട്ട് പോവാ, എന്നിട്ട് കാര്യം പറയാ. ഇത് അവൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, നമുക്ക് 3 പേർക്കും കൂടി അബദ്ധത്തിൽ ഇങ്ങനെ ഒരു സംഗതി പറ്റിപ്പോയതാണെന്ന് പറയാ. അതെ, അത്ര സിമ്പിൾ ആണ് കാര്യം. എങ്ങനെ സിമ്പിൾ ആവണേ? പനക്ക് വേണ്ടിട്ട് ഞങ്ങൾ രണ്ടാണോ അങ്ങനെ ആവല്ലേ? അല്ല, അങ്ങനെ സിമ്പിൾ ആക്കി എടുക്കാന്ന് പറഞ്ഞാണ്. നല്ല സിമ്പിൾ കാര്യം തന്നെ. 3 ആൾക്ക് ഒരുമിച്ച് അങ്ങ് ജയിലിൽ കിടക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ കിട്ടും. പിന്നെ നിങ്ങൾ ജയിലിൽ പോയിന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും. അന്നിച്ച് പോയി ആത്മഹത്യ ചെയ്യും. വാസനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് ഐഡിയ പറയണ്ടെന്ന്. നേരത്തെ ഒരാത്മഹത്യ ആയിരുന്നു, ഇപ്പൊ 2 ആൾ ആത്മഹത്യ ചെയ്യും. എന്താണ് നിനക്കേത്? അല്ല അതെ, ഇത് ഈ തർക്കത്തിലേക്കല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ 3 ആളും കൂടിയിട്ടൊന്ന് പറഞ്ഞുണ്ടാക്കണ്ട. അതിനായിട്ട് നല്ലത് നമ്മള് 2 ആളും ചെന്നിട്ട് ഈ കാര്യമായിട്ട് ചെന്നിട്ട് നമ്മൾ ചോദിക്കുക, എന്താണ് സുഗുണ അടുത്ത പരിപാടി, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വേണ്ടെന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ അപ്പൊ സുഗുണ ഇങ്ങട് കാര്യങ്ങൾ പറയാലോ. അത് പറയുമ്പോ നമ്മൾ അപ്പൊ കേൾക്കണ പോലെ കേട്ടിട്ട് അത് ശരി അങ്ങനെയല്ല, എന്നാ പിന്നെ പോട്ടെ, കാര്യമില്ല, അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ 10,000 ഉറുപ്പിക തിരിച്ചു കൊടുത്ത് തടിയിടിങ്ങോട്ട് പോകാം. എന്ത് മണ്ടത്തരോ പറഞ്ഞു. അതിനാ ഇവിടെ ആഞ്ഞിലി ഉണ്ടായിട്ട് വേണ്ടി അത് വെട്ടി കണ്ണി കണ്ടവര് കൊണ്ടുപോയില്ലേ? ആഞ്ഞിലി അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മളറിഞ്ഞിട്ടില്ല. പത്രത്തിൽ കൊടുത്തൊന്നുമില്ലല്ലോ ആഞ്ഞിലി കുറിച്ച കാര്യോ. അതിന്റെ കുറവുകൂടെ ഉള്ളൂ. ലാസ്റ്റിന് ഫോട്ടോ തകയും പത്രത്തിൽ വരണം, നാട്ടുകാർ അറിയണം, നാണക്കേടാവണം. പിന്നെ ഞങ്ങൾ 3 കൂടി അങ്ങ് ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ. പിന്നെ നിങ്ങളെന്തിപ്പോ ഈ ആത്മഹത്യയിൽ പിടിച്ചു കയറിയേക്കണ നിങ്ങളെ 3 പെണ്ണുങ്ങളോ? നീ എന്റെ ചങ്കി കുത്തണ വർത്താനം പറയല്ലേ ജെസി. പിന്നെ അമ്മ അതിനെ കാണിച്ചു വെച്ചേക്കുന്നേ. അതെ, സുട്ടിയത്ത് നടക്കുമോ ഞാൻ പറഞ്ഞത്? അത് നടക്കും. ഒരു കാര്യം ചെയ്യും, ആ പൈസ എടുത്താൽ കൊടുക്കും. 10,000 എടുക്കും. എന്താ ആലോചിക്കണേ? ഇല്ല, അങ്ങോട്ട് കാട്ടിക്കോ. നമ്മളില്ല. എത്ര 10 അല്ലേ? 10 ആണ് തന്നത് അവര്. കുറവുണ്ട്, അത് 8 ഉള്ളൂ. അത് മനസ്സിലായി. 2,000 കുറവെന്ന് പറഞ്ഞേ അത് ചെലവാക്കി. എന്തോന്ന് ഇന്നലെ അരിയും സാധനവും മറ്റേ എയറും ഗിയറും ഇതൊക്കെ മേടിച്ചോണ്ട് വന്നില്ലേ ബീഫൊക്കെ, അത് അതിൽ നിന്ന് 2,000 രൂപ എടുത്തിട്ടാണ്.
കർത്താവേ, ആ സാധനങ്ങൾ മേടിച്ച് ഇതിന്ന് പൈസ എടുത്തിട്ടാണോ? അതിന്ന് പൈസ എടുത്തിട്ടാണ് മേടിച്ചത് 2000 രൂപ. ആ ഭക്ഷണം നമുക്ക് ദഹിക്കത്തില്ല കേട്ടോ. എത്ര കാലൊക്കെ തയ്ച്ചത് പിന്നെ എങ്ങനെയാണ്? ഇന്നലെ മാത്രമാണ് അതിൽ നിന്ന് എടുത്ത് മേടിച്ചത്. ബാക്കിയൊക്കെ അവള് ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്. എനിക്ക് അത് വെനകെട്ട കാശ്. അല്ല, ഇത് ഇനിയിപ്പോ ഈ കാശ് അവിടെ കൊണ്ടുപോയി ദഹിപ്പിക്കണെങ്കിലേ 2000 രൂപ കുറവുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യാ? അതിനൊക്കെ കൈ നിർത്തോ ആര്? ഇങ്ങനെ പോയി. എന്താ സാഹചര്യം നോക്കിട്ടേ പതുക്കെ അതിനനുസരിച്ചിട്ട് നൈസില് തുടങ്ങിയാൽ മതി കേട്ടോ. ആരെന്താ സുരേട്ടാ? സൂണേട്ടാ, ആ എന്നിട്ട് വരൂ. ഒന്നുകൂടെ വരൂ. നമസ്കാരം നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് അന്ന് ഇങ്ങനെ ഒരു ഇത് പറ്റിപ്പോയി. അപ്പൊ ഒന്നുമില്ല, നമ്മള് മറ്റേ ആഞ്ഞിലുണ്ടല്ലോ, ആഞ്ഞിലയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത്. ആദ്യം കൊടുത്തല്ലോ. കൊടുത്തോ? അത് കച്ചവടമായി. ആർക്ക്? കടലിലെടുത്തില്ലേ ഷംസുദ്ദീൻ, ആ ഷംസുദ്ദീന് കച്ചവടമായി. അപ്പൊ നമ്മുടെ അത് ശരിയാ. എന്ത് കിട്ടിയതിന്? 65,000 രൂപ. അതിൽ 15,000 രൂപ പറ്റിച്ചു കൊണ്ടുപോയി. ബാക്കി 50,000 രൂപയല്ലേ ഉള്ളൂ. അത് ഇടനിലക്കാരെങ്കിലും പറ്റിച്ചുകൊണ്ടേതായിരിക്കും. അല്ല, നമ്മൾ പുഷ്പയുടെ ഒരു ആംഗിൾ ഇടല്ലോ, പുഷ്പാങ്കുതൻ. പുഷ്പാങ്കുതനായിരുന്നു. അതെ. ആ ജോസിറ്റ് മനസ്സിലായില്ലേ? ശരി. അപ്പൊ ഇനിയിപ്പോ കച്ചവടം നടക്കില്ലല്ലോ അല്ലേ? നടക്കില്ല. അത് വേറെ ആൾക്ക് കൊടുത്തുല്ലേ? അല്ല, ഇതിപ്പോ പുഷ്പാങ്കജനാഥ് എങ്ങനെ മനസ്സിലായി? സംഗതി ഞാൻ പറഞ്ഞപ്പോഴേ പുഷ്പ പിടി കിട്ടി. പുഷ്പ വലിയ ബുദ്ധിയല്ലേ. അപ്പൊ ആളെയും മനസ്സിലായി. ഇനിയിപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ നേരിട്ട് ചോദിച്ചുകൂടായിരുന്നില്ലേ പുഷ്പാങ്കജനോട്? നല്ല വെള്ളമാണ്. കാശിനെ ചോദിച്ചപ്പോ അപ്പം കിട്ടും. അയ്യോ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ചോദിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ആ കാശിന് കാരണം ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു. എന്നാ ശരി, ഞങ്ങള് പോട്ടെ. അല്ല, ഇനിയിപ്പോ വേറെ ആചാര്യൊന്നും ഇല്ലല്ലോ. ഉണ്ട്, ഇനി ഒരാചാരമുണ്ട്. ഉണ്ട്. നമുക്ക് ഈ കാശ് അഡ്വാൻസ് കൊടുത്താലോ? എന്നാ അതിന് ഞങ്ങളൊരു അഡ്വാൻസ് തന്നാലോ? ആ ആഞ്ഞില് ഇപ്പൊ ഇത്രേ ഉള്ളൂ. 20 കൊല്ലം കഴിയുമ്പോ അത് വളർന്ന് വലുതാവും. അപ്പോഴും ഞാൻ കൊടുക്കും. അപ്പോഴും ഞാൻ നിങ്ങൾക്ക് തന്നെ തരും. പക്ഷെ എനിക്ക് പുഷ്പയോടൊന്ന് ചോദിക്കണം. 20 കൊല്ലം കഴിഞ്ഞിട്ട്. ശരി. ഒന്ന് ഞങ്ങള് മരിച്ചില്ലെങ്കിൽ ഞങ്ങള് വന്ന് വാങ്ങാം. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ശരി. ശരി ശരി. ഓക്കെ. എന്തൊക്കെ ഉണ്ടായി? ആ ചെങ്ങായിക്ക് ഒരു ബോധമില്ലാട്ടോ. അല്ല, ജോസുട്ടിയാന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും. ഇല്ല, ഞാനേ ജോസുട്ടിയെ വിളിച്ചത് പറയാം. എന്തിന് ഇജതവിടെ എടുത്തോക്ക്. ഒന്നും പറയണ്ട അവനോട്. ഇജത് എടുത്തു വെക്കടോ ചങ്ങായി. ഞാൻ എടുത്തു വെക്ക്. ഞാൻ ഫോൺ വിളിക്കല്ലേ. 1 2 3 4 5 6 7 8 8,000 ഉറുപ്പ്യല്ലേ? 4,000 ഈ വെക്ക്. 4,000 ഉറുപ്പിച്ച് വെക്ക്. കയ്യിൽ വെക്ക്. 4,000 ഇന്ത്യയിൽ ഇരിക്കട്ടെ. ഇത് ഇവിടെ നിന്ന് നമുക്ക് പടച്ചോ നന്നാന്ന് അങ്ങോട്ട് കരുതിക്കോ. ആർക്കും ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. പിന്നെന്താണ്? അല്ല, ഇനിയിപ്പോ ജോസൂട്ടി ചോദിച്ചാലോ? ചോദിച്ചെന്താണ്? എങ്ങനെ ഒത്തീർപ്പായി ചോദിക്കൂലേ? ഒന്നും അറിയണ്ട. ഓൻ 10,000 ഉറുപ്പ്യ മേടിച്ചു കൊണ്ടിട്ട് 2,000 വസൂലാക്കി ബാക്കി 8,000 അല്ലേ നമ്മുടെ അന്നായി. നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കണക്കിന് പറഞ്ഞു ഒതുക്കി രക്ഷപ്പെട്ട് പോന്നാണെന്ന് അവനോട് പറഞ്ഞാൽ മതി. ഇക്കേ പല തവണ എന്റെ കായ് മേടിച്ചിട്ട് 10-12,000 ഉറുപ്പ്യക്ക് തരാൻ എടുക്കാൻ പോയി. ഇതുവരെ നയാ പൈസക്ക് തന്നിട്ടില്ല. 4,000 എങ്കിലും എന്റെ ഇരിക്കട്ടെ. 4,000 ഈ കൊടുത്ത 4,000 പിന്നല്ലേ പാടച്ചോ നന്നാ. അപ്പൊ 2 ദിവസം ഇനി പഠിക്കണ്ട. ആ കൈ ഇടട്ടെ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടിയുടെ ചിരയുടെ തരികിട മേളപ്പൂരം